ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് കോംബോസ് ആണ്. അപ്പോൾ നമ്മളുടെ തമ്മിലിൽ പറഞ്ഞത് ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന കുറച്ച് ബഡ്ജറ്റ് കോംബോസ്. നമ്മൾ സാധാരണ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വെറൈറ്റീസിൻ്റെ ഒരു കോംബോ മാത്രമാണ് അങ്ങനെ പറഞ്ഞു പോകാറുള്ളൂ. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് വെറൈറ്റീസ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെഡ് വെറൈറ്റീസ് മാത്രം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് റെഡ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ, അതുപോലെ തന്നെ നമ്മളുടെ അല്ലാതുള്ള വെറൈറ്റീസ്, പല വെറൈറ്റീസ് ഡിഫറെൻറ്റ് കളേഴ്സിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോംബോസാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോ കൂടി പറയാറുള്ളൂ. പ്ലാന്റ്സ് എങ്ങനെ ഓർഡർ ചെയ്യണം, പർച്ചേസ് ചെയ്യണതിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങൾ, പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയതൊക്കെയാണ് നമ്മൾ വീഡിയോ കൂടി പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അഥവാ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോർമൽ കോൾ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയുക. അല്ലാതെ സാധാരണ അല്ലാതെ വാട്സപ്പ് കോൾ വിളിച്ച് കഴിഞ്ഞാൽ എന്നെ കോളിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് കേട്ടോ. അടുത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റാണ് വേണ്ടതെന്ന് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ദയവായിട്ട് ഓർഡർ തരിക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്നും പറ്റാറുണ്ട്. കാര്യം കുറച്ച് ആളുകളുണ്ട്, എല്ലാവരുമല്ല, ചിലർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഓർഡർ തരും. ചില ആളുകൾ ആദ്യം കുറച്ച് പ്ലാന്റ്സ് ഓർഡർ തരും. ഓർഡർ തന്നതിന് ശേഷം അവർ പിന്നെ ഒരു വോയിസ് വിടും. അതിൽ ഏതെങ്കിലും ആ പ്ലാന്റ് മാറ്റിയിട്ട് ഈ പ്ലാന്റ് വയ്ക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വരാമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് അപ്പോൾ മുകളിലത്തെ ഏറ്റവും ആദ്യത്തെ ആ ചാറ്റും നിങ്ങൾ തന്ന ലിസ്റ്റും നമ്മൾ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പ്ലാന്റ് അയക്കുന്നത്. പ്ലാന്റ് നിങ്ങൾ കൈ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ പറയുക, അപ്പോൾ അയ്യോ നിങ്ങൾ ഇങ്ങനെ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാര്യം അതിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. കാര്യം നമ്മൾ ഒരു ദിവസം നമ്മുടെ ഗാർഡനിൽ നിന്ന് ഏകദേശം 30 മുതൽ 40 വരെ കൊറിയേഴ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ അഡ്രസ്സ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരാളുടെ ചാറ്റിലുള്ള ഫുൾ വോയിസും കേട്ടിട്ട് നമുക്ക് ആരുടെ അഡ്രസ്സ് ചെയ്താന്നുള്ളത് പോസിബിൾ അല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 10 കൊറിയർ പോലും അയക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ ലേബറിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കാര്യം ഞാനും ഒരു സ്റ്റാഫ് മാത്രമാണ് നിലവിലുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫുള്ള് നിങ്ങൾ വിടുന്ന എല്ലാ ചാറ്റും കേട്ടിട്ടൊക്കെ നമുക്ക് വിടാം. മാക്സിമം ചാറ്റുകൾ കുറയ്ക്കുക, മാക്സിമം നിങ്ങൾക്ക് വേണ്ടുന്ന ഓർഡർ എന്താണ് എന്നുള്ളതും അതിൻ്റെ നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസും മാത്രമായിട്ട് ഇടുക. പിന്നെ ചിലവരിങ്ങനെ ചെയിൻ പോലെ ഒരുപാട് ഇങ്ങനെ മെസ്സേജ് വിടും. നിങ്ങൾ മെസ്സേജ് വിടുന്നതിലൊന്നും എനിക്കൊരു പരാതിയും പരിഭവവും ഇല്ല. നിങ്ങൾ എത്ര മെസ്സേജ് വിട്ടാലും ഞാൻ റിപ്ലൈ തരാൻ റെഡിയാണ്. പക്ഷേങ്കിൽ അങ്ങനെ വിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോട്ടിങ്ങിൻ്റെ കാര്യത്തിലോ അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമ്മളത് പറഞ്ഞു തരും. ചിലരിങ്ങനെ അത് അങ്ങനെയാണോ ഇതിങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അത് ക്ലിയർ ചെയ്തിടാം കേട്ടോ. ആ ഒരു കാര്യം ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്, 2-3 വട്ടം പറ്റി. അഥവാ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മൾ പിന്നീട് ഒരു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് പോലും മേടിക്കാതെ മാറ്റി പറഞ്ഞ പ്ലാന്റ് കൂടി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ആളുകളുണ്ട്. ഓൾറെഡി കിട്ടുമ്പോൾ തന്നെ ഞാനെന്തോ അവരെ ചതിച്ചു എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇത്രയും പ്ലാന്റ്സുകൾ ഏകദേശം ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഏകദേശം 3000-4000-ഓളം സീഡ്ലിങ്ങുകൾ സ്റ്റോക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും പ്ലാന്റുകൾ ഇവിടെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ്. അല്ലാതെ ആരുടെയും ഇപ്പോൾ ഒരു ഈ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 50 രൂപ, 30 രൂപ, 20 രൂപയ്ക്ക് ആയിരിക്കും 2 പ്ലാന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ടുള്ള ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റിൽ വരുന്ന വ്യത്യാസം. നമുക്ക് ആരെയും അങ്ങനെ ആ ഒരു 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ വേണ്ടി എനിക്ക് ആരെയും ചതിക്കേണ്ട ഒരു ആവശ്യവുമില്ല. 20 രൂപയ്ക്കാണെങ്കിലും 2 ലക്ഷം രൂപയ്ക്കാണെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ആരെയും ചതിച്ചോ വഞ്ചിച്ചോ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കുക കേട്ടോ.
ഇനി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. നിങ്ങൾക്ക് ഏത് കൊറിയർ ഫെസിലിറ്റിയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് മെൻഷൻ ചെയ്തിടുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അതുകൂടാതെ നമുക്ക് പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന ഓഫേഴ്സൊക്കെ നമ്മൾ കൂടുതലും അതിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടൊക്കെ ബൊഗെയിൻവില്ലയുടെ ഒക്കെ കുറേ പ്ലാന്റുകൾ ഓഫറിൽ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു പ്ലാന്റ് 2 പ്ലാന്റൊക്കെ നമുക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ ഗ്ലോണിമാസൊക്കെ ആണെങ്കിലും ക്ലിയറൻസ് സെയിലൊക്കെ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ട് അതിന് ശേഷം സെയിലാവാത്തത് മാത്രമാണ് നമ്മൾ അങ്ങനെ ക്ലിയറൻസ് സെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ പ്ലാൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാറ്റലോഗ് ത്രൂവും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കോംബോയിലുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നമുക്ക് 2-3 കുറച്ച് വലിയ പ്ലാന്റുകൾ ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ട്രൈ കളറിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മീഡിയം സൈസ് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് ലെഗസിയുടെ പ്ലാന്റാണ്. വൈറ്റ് ലെഗസിയുടെ പ്ലാന്റ് നമുക്ക് കുറച്ച് ദിവസമായി സ്റ്റോക്ക് വന്നിട്ട് ഇതൊരു സീഡ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടുള്ള പ്ലാന്റുകളാണ്. 250 റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള നമ്മുടെ വൈറ്റ് ലെഗസിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്, നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്. നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റുകൾ 650 റുപ്പീസിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് മെറൂണിൻ്റെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 250 റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് മെറൂണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്, മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കാര്യം ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് എത്ര മെച്ചൂർഡ് ആയാലും ഒരുപാട് സൈസ് വെക്കില്ല. അടുത്തത് വരുന്നത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ്. പിങ്ക് ഡാൽമേഷൻ്റെ ഒരു മീഡിയം ടു മെച്ചൂർഡ് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ്. 250 റുപ്പീസ് തന്നെയാണ് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് യെല്ലോ ഡിലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ നമുക്ക് ഒരുപാട് പീസസ് അവൈലബിൾ അല്ല, വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് കണ്ടോ, മെച്ചൂർഡ് ആകുമ്പോൾ ഇതുപോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ യെല്ലോ ഡിലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. റെഫറൻസ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 450 റുപ്പീസാണ് കേട്ടോ. 450 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ലീഫിലൊക്കെ ഇത്തിരി അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതാണ്. നല്ല ശരിക്കും പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ താഴെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടത്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അത് പുതിയൊരു ഹൈബ്രിഡും കൂടിയാണ്. അടുത്തത് വരുന്നത് നമ്മളുടെ ചൈന റെഡിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല കളർ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്. നിറച്ച ഇലകളൊക്കെ വന്നിട്ടുള്ള ഇതൊരു മീഡിയം സൈസ് പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മെച്ചൂർഡ് പ്ലാന്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അത്രയും നല്ല കളറൊക്കെ ലീഫിന് കയറി വന്നിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. 200 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിയൊരു ചൈന റെഡിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്തത് വരുന്നത് നമ്മളുടെ ജംബോ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. വലിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള ഒരുപാട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതാണ് സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 400 റുപ്പീസാണ് കേട്ടോ. 400 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിയ ജംബോ റെഡിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഈ നല്ല റെഡൊക്കെ കയറി നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ക്യാമറയിൽ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു കളറല്ല ഇതിൽ കാണുന്നത്. ഇതിനേക്കാൾ നല്ല റെഡ് കളറിലിരിക്കുന്ന പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 400 റുപ്പീസാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്.
ഇനി വരുന്നത് നമ്മുടെ ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സ് ആണ്. നന്നായിട്ട് കളർ കയറി വന്നിട്ട് കളറുകൾ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല കളർ വന്നു. അതുപോലെ തന്നെ റൂട്ടാണെങ്കിലും നന്നായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഒരു നല്ല സൈസുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം എൻ്റെ ഒരു കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള പ്ലാന്റാണ്. സീഡ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആ നെറ്റ് പോട്ടിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് പ്ലാന്റായിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. 150 റുപ്പീസാണ് കേട്ടോ ട്രൈ കളറിൻ്റെ സീഡ്ലിങ്ങിൻ്റെ പ്രൈസ് വരുന്നത്. 150 രൂപയ്ക്കാണ് നമ്മൾ ട്രൈ കളറിൻ്റെ സീഡ്ലിങ്സ് കൊടുക്കുന്നത്. അടുത്ത് നമ്മളുടെ കോംബോസ് നോക്കാം. ഇത് നമ്മളുടെ കോംബോ നമ്പർ 1 ആണ്. 500 രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്നത്. ഈ ഒരു കോംബോയിൽ വരുന്ന പ്ലാന്റുകൾ ബ്ലാക്ക് മെറൂൺ, അഞ്ചുമാൻ റെഡ്, ബ്യൂട്ടി റെഡ്, അടുത്തത് വരുന്നത് സിർക്കോൺ റെഡ്, പിന്നെ വരുന്നത് പിങ്ക് വാലന്റൈൻ. ഈ 5 വെറൈറ്റീസ്, അതായത് ഏകദേശം ഒരു റെഡിൻ്റെ കോംബോ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് എല്ലാം തന്നെ. ഈ ഒരു 5 വെറൈറ്റീസിൻ്റെ കോംബോ വരുന്നത് 500 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. 500 രൂപയാണ് ഈ ഒരു കോംബോയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. കോംബോയിലുള്ള പ്ലാന്റുകളുടെ റെഫറൻസ് ഞാൻ ഈ ഒരു ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വലുതാവുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ നിങ്ങൾക്ക് മെച്യൂർഡ് ആകുമ്പോഴത്തേക്കുള്ള ഫോം എങ്ങനെയാണെന്ന് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം. സീഡ്ലിംഗ് ടൈമിൽ നമുക്ക് പ്ലാന്റുകളെല്ലാം കാണുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ ഫീൽ ചെയ്യും. ഇതൊരു ഇൻഫാൻറ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. മെച്യൂർഡ് ആകുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ഫോം കളർ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വരുന്നത്. അടുത്തത് വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന കോംബോയാണ്. ആദ്യം തന്നെ വരുന്നത് റോട്ടണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് നമ്മളുടെ 10 ക്യാരറ്റ്, അടുത്തത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ്. അടുത്തത് വരുന്നത് നമ്മളുടെ ലെമണിൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ അടുത്തത് വരുന്നത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു 6 വെറൈറ്റീസ്, ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള 6 വെറൈറ്റീസ്. അപ്പോൾ ഈ ഫോളേജ് പ്ലാന്റുകൾ കൂടുതലും പർച്ചേസ് ചെയ്യുന്നവർ തന്നെ പല കളേഴ്സിലുള്ളൊരു കോമ്പിനേഷൻ കാണാനായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളത് വയ്ക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പല കളേഴ്സിലുള്ള ഓരോന്നും ഓരോ കളറിൽ, പച്ച, മഞ്ഞ, റെഡ്, ക്രീം, യെല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കളർ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു കോംബോയാണ് കേട്ടോ ഇത് വരുന്നത്. ഈ ഒരു കോംബോ പ്രൈസ് വരുന്നത് 650 റുപ്പീസാണ് കേട്ടോ. 650 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ തരുന്നത്. ഇതാണ് ആ ഒരു മെച്ചൂർഡ് ഫോം വരുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് 12 പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ. 12 പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 12 പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 1250 രൂപയാണ് കേട്ടോ. 1250 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ തരുന്നത്. ആദ്യം തന്നെ വരുന്നത് ലെമണിൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് വരുന്നത് വൈറ്റ് ബ്യൂട്ടിയാണ് കേട്ടോ. മൂന്നാമത് വരുന്നത് സിർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് നമ്മളുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് നമ്മളുടെ ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മളുടെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ കൂടുതൽ. അടുത്തത് വരുന്നത് നമ്മളുടെ റോട്ടണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റും, പിന്നെ അടുത്തത് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. ഇനി വരുന്നത് നമ്മളുടെ ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. അടുത്തത് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ്. ഇങ്ങനെ 12 വെറൈറ്റീസാണ് നമ്മളുടെ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു 12 വെറൈറ്റീസിൻ്റെയും കൂടി ടോട്ടൽ കോംബോ പ്രൈസ് വരുന്നത് 1250 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് ഡിഫറെൻ്റ് ആണ്. ടോട്ടൽ എമൗണ്ട് വരുന്നത് 1350 രൂപയാണ്. കോംബോ പ്രൈസാണ് 1250 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കോംബോ കൂടാതെ നമ്മൾക്കൊരു പ്രീമിയം കോംബോയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രീമിയം കോംബോയുടെ കൂടി നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന കോംബോ എന്ന് പറയുന്നത് ആദ്യം തന്നെ വരുന്നത് നമ്മളുടെ ജയ്പോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ജയ്പോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ്. റെഫറൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ശകുന്തളയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ശകുന്തളയുടെ പ്ലാന്റ് ആണ് അടുത്തൊരു വെറൈറ്റി വരുന്നത്. നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് 2 വെറൈറ്റീസും അധികം കോമൺ ആയിട്ട് കിട്ടാനില്ലാത്ത പ്ലാന്റുകൾ തന്നെയാണ്. ശകുന്തളയുടെ പ്രൈസ് വരുന്നത്
ഒക്കെ നമ്മുടെ ഇതൊക്കെ നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുമ്പോൾ പ്രൈസ് വരുന്നത് 300 രൂപ വീതമാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റാണ് കേട്ടോ. റെഡ് ക്യാബേജിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. സിംഗിളായിട്ട് വരുമ്പോൾ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് സിംഗിളായിട്ട് വരുന്നത് നമുക്ക് 250 റുപ്പീസാണ് കേട്ടോ. അങ്ങനത്തെ ഈ ഒരു 4 വെറൈറ്റി അത്യാവശ്യം നല്ല ഹെവി ഡിമാൻഡുള്ള 4 വെറൈറ്റീസിൻ്റെയും കൂടി കോംബോ വരുന്നത് 999 ആണ് കേട്ടോ. 999 രൂപയ്ക്കാണ് നമ്മൾ ഈ 4 വെറൈറ്റീസിൻ്റെ കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 4 വെറൈറ്റീസിൻ്റെയും കൂടി കോംബോ പ്രൈസ് വരുന്നത് 999 രൂപയാണ് കേട്ടോ. ഇതാണ് റെഫറൻസ് വരുന്നത് കേട്ടോ, ഈ 4 വെറൈറ്റീസിൻ്റെയും കൂടി റെഫറൻസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് പ്ലാന്റുകളാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. കോംബോസ് ആയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് കോംബോ 1 ആണെങ്കിൽ 1 എന്നോ 2 ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏത് കോംബോയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കോംബോ പറഞ്ഞു കഴിഞ്ഞാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. അതുപോലെ നമ്മൾ കോംബോയിൽ കാണിച്ചിട്ടുള്ള ഏത് പ്ലാന്റുകളാണെങ്കിലും സിംഗിളായിട്ടും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്ത്, കൂടാതെ ഒരുപാട് പ്ലാന്റുകൾ നമ്മളുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ ലിങ്കിൽ കൂടിയും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഗാർഡനിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.